അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും സദാചാര പോലീസ് ആവാൻ വെമ്പൽ കൊള്ളുന്നവരാണ് മലയാളികൾ. എന്നാൽ രാഷ്ട്രീയ സദാചാരം എന്നത് മലയാളികൾക്ക് വിധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. നിലവാരത്തിൻ്റെ എല്ലാ ബാറുകളും താഴ്ത്തി ബാർ കോഴ വിവാദം അരങ്ങ് തകർക്കുമ്പോൾ ഇന്ന് നേരെ ചൊവ്വയിൽ പ്രതികരിക്കുന്നത് കേരള കോൺഗ്രസ് നേതാവ് ശ്രീ PC ജോർജാണ്. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത അഴിമതി വിരുദ്ധ നിലപാടുകളും ഇപ്പോഴത്തെ നിലപാടുകളും എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ഏത് വിവാദത്തിനും ലഹരി കൂട്ടാൻ കഴിയുന്ന ശ്രീ PC ജോർജിലേക്ക് കുറച്ച് ബാറുകാരും താങ്കളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാരും ചേർന്ന് എന്തെങ്കിലും രാഷ്ട്രീയ വിശ്വാസ്യത കേരളത്തിൽ ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതും കൂടി ചോർത്തിക്കളഞ്ഞു എന്നതാണ് വാസ്തവം. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട കാലമായില്ലേ? എനിക്ക് ജോണിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായില്ല. കാരണം കുറേ കള്ളുഷാപ്പുകാരും പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാരും സത്യവിരുദ്ധമാണ്. ഇവിടെ ഐക്യ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ മാനദണ്ഡം അനുസരിച്ച് മദ്യം ഘട്ടം ഘട്ടമായി നിർത്തുന്നതിൻ്റെ ഭാഗമായി 418 ബാറുകൾ പൂട്ടാൻ തീരുമാനിച്ചു. 10% ബ്യൂറോ കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും പൂട്ടാൻ തീരുമാനിച്ചു. സ്വാഭാവികമായി ദിവസവും ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരുന്ന ഈ ഷാപ്പ് മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വികാരപരമായ കാര്യമാണ്. അവർക്ക് ശത്രുതയുണ്ടായി. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവർ എന്ത് വില കൊടുത്തും തകർക്കാൻ അവരൊരു വിഭാഗം ശക്തമായി ഇറങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ എങ്ങനെയും പണം ഉണ്ടാക്കുന്ന ചിലർ അവർ രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും പണം കൊണ്ട് സ്വാധീനിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. പുരപ്പുറത്തുനിന്ന് വിളിച്ചു പറയുന്നു ഞങ്ങൾ കൈക്കൂലി കൊടുത്തുവെന്ന്. ഇതെല്ലാം കണ്ടിട്ടും വലിയ പ്രതികരണമില്ലാത്തൊരു ജനം. ജനാധിപത്യം എന്നൊക്കെ പറയാമെങ്കിലും നാണക്കേട് തോന്നുന്നുണ്ട് എല്ലാവർക്കും. ഞാൻ നിഷ്പക്ഷമായി പറയാം. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ വികസന മേഖലയിൽ ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. വസ്തുതയാണത്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ്റിനെ പോലെ പേരുദോഷം വാങ്ങിക്കൂട്ടിയ ഗവൺമെൻറ്റും ഉണ്ടായിട്ടില്ല. ഇത് കാലദോഷം എന്നല്ല, ഞാൻ എന്താ പറയുക. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ നല്ല ഭരണാധികാരി K. കരുണാകരൻ എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. പക്ഷേ ദീനാനുകമ്പോട് ജനങ്ങളെ കാണുകയും ജനങ്ങൾക്ക് വേണ്ടി ഒരു പാവപ്പെട്ടവൻ്റെ വേദന അറിയുകയും ചെയ്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉമ്മൻചാണ്ടി. അപ്പോൾ വികസന രംഗത്ത് ചോദിച്ചോളൂ, കേരളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മേഖലയിൽ വികസന പ്രവർത്തനം ഇതുപോലെ നടത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് വില കിട്ടും. എന്തുകൊണ്ട്? അതിനൊക്കെ അപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ ഡെക്കോറം മുന്നണിയിൽ വേണം, ഭരണകൂടത്തിൽ വേണം, പാർട്ടികളിൽ വേണം. അതെന്തുകൊണ്ട് ഉണ്ടാവുന്നില്ല? ഞാൻ അതിലേക്ക് പറയാം. അങ്ങനെ ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്തുകൊണ്ട് ഈ കാലക്കേട്? ആ കാര്യത്തിൽ അഴിമതി നടത്തുന്നവരുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ള പല ആളുകളും അഴിമതിക്കാരാണെന്ന് ജനം വിശ്വസിക്കുന്നു. ജനം വിശ്വസിക്കുന്നത് മാത്രമല്ല, ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എന്നും മാത്രമല്ല, മുന്നണിയിലുള്ള MLA മാരും അങ്ങനെ സംശയിക്കുന്നു. ജനം അങ്ങനെ വിശ്വസിക്കുന്നു, മുന്നണിയിലുള്ളവർ പോലും സംശയിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. അതെ, അത് ആരാണ് അതിനൊക്കെ ഉത്തരവാദി? അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ. അത് ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം. ഈ ഗവൺമെൻറ് പ്രതിച്ഛായ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ ഞാൻ കാണുമ്പോൾ. എന്നോട് ഒരുത്തരും പിണങ്ങിയിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെ പോകാൻ കഴിയില്ല. ഇതുപോലെ പേരുദോഷമുള്ളൊരു ഗവൺമെൻറ്റുമായി മുന്നോട്ട് എങ്ങനെ പോകും? അതുകൊണ്ട് കോൺഗ്രസ് തന്നെയാണ് നന്നാവേണ്ടത്. കോൺഗ്രസ് പാർട്ടിയാണ് നേതൃത്വം കൊടുക്കേണ്ടത്. കോൺഗ്രസ് നന്നാവണം എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് നന്നാകരുതെന്നല്ല, ഈ ഐക്യജനാധിപത്യത്തിലുള്ള എല്ലാ കക്ഷി നേതാക്കന്മാരും നന്നാകണം. ഞാൻ സ്വയം പറയട്ടെ, എൻ്റെ സംഭാവനയുണ്ട് ഇതിനെതിരായിട്ടുള്ള. ഞാൻ ഉൾപ്പെടെ തുറന്നു പറയുക, വളരെ മാന്യമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരണം. അല്ല, ആദ്യം കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് കോൺഗ്രസ് ആണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് കാരണം പറയാം. ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസ്സാണ് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി. ഇത്തവണ ഞാൻ ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്ത് ഈ മദ്യം സംബന്ധിച്ചുള്ള തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടായി. ഭരണ നേതൃത്വം എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയും മന്ത്രിമാരും ഒരു വശത്ത്, രാഷ്ട്രീയ നേതൃത്വം എന്ന നിലയിൽ VM സുധീരനും അദ്ദേഹത്തോടൊപ്പമുള്ളവരും മറുവശത്തായിട്ട് ഭയങ്കരമായ യുദ്ധത്തിലേക്ക് വന്നു. പക്ഷേ ഒറ്റ മണിക്കൂർ കൊണ്ട് തീർക്കാൻ കഴിഞ്ഞ് AK ആന്റണി ഇടപെട്ടപ്പോൾ ഇല്ലേ? എന്തുകൊണ്ടാണ് AK ആന്റണി വീണ്ടും ഇടപെടുന്നില്ല? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കോൺഗ്രസിലെ പ്രശ്നം തീർന്നാൽ
സ്വാഭാവികമായിട്ടും മറ്റു കക്ഷികളെ പ്രശ്നം തരും. മറ്റു കക്ഷികൾക്കകത്ത് പ്രശ്നമില്ലല്ലോ. AK ആന്റണി ഇടപെട്ട് തീർക്കേണ്ട ഒരു പ്രശ്നമല്ലല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതെ, അഴിമതിയാണ് പ്രശ്നം, കൈക്കൂലി വാങ്ങിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ബാർ കോഴ വിവാദത്തിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നിങ്ങൾ ഇപ്പോഴും സംശയിക്കുന്നുണ്ടോ? ഞാൻ സംശയിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അതും പറയാം. ഈ ആരോപണം വന്നു, അവിടെ വെച്ച് നിന്ന് പോകേണ്ട ആരോപണം വീണ്ടും ഊതി ഊതി തീ പിടിപ്പിച്ചു കൊണ്ടിരിക്കുക. അല്ല, അതിന്റെ പിന്നിൽ കോൺഗ്രസ് ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കേരള കോൺഗ്രസ് പാർട്ടി ഒരു കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുക. CF തോമസ് അധ്യക്ഷനായ കമ്മിറ്റിയുടെ പൊടി പോലും കാണാനില്ല ഇത്രയും ദിവസമായിട്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്ത് സംഭവിച്ചു അന്വേഷണത്തിന്? ആ അന്വേഷണ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കണം എന്ന് ആവശ്യപ്പെടും. കേരള കോൺഗ്രസ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ ഈ ഒരു സംശയം വേണ്ട. എല്ലാ കാര്യവും പാരലായിട്ട് അന്വേഷിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ PC ജോർജ്. താങ്കൾക്ക് കിട്ടിയ വിവരം എന്താണ്? ബിജു രമേശിന് പിന്നിൽ ആരാണ്? എനിക്ക് വളരെ വ്യക്തമായിട്ട് ആരാണ് എന്താണ് എന്നറിയാം. പക്ഷേ പാർട്ടി കമ്മിറ്റി, ഞാൻ പാർട്ടിയുടെ വൈസ് ചെയർമാനാണ്, ആ പാർട്ടി കമ്മിറ്റി ഒരു 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 അന്വേഷണ കമ്മീഷൻ വെച്ചിരിക്കുമ്പോൾ എൻ്റെ അന്വേഷണവും അതിൻ്റെ അഭിപ്രായങ്ങളും എല്ലാം പുസ്തകം അടച്ചു വെച്ചിരിക്കുക. ഞാൻ നേരത്തെ അടച്ച പുസ്തകമാണ്. പാർട്ടി കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് കഴിയുമ്പം ആ റിപ്പോർട്ട് തെറ്റാണെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകം തുറക്കും. ഇപ്പോൾ ഒരു ചാനലിൽ താങ്കൾ തന്നെ ബിജു രമേശിനെ വെറും കള്ള് കച്ചവടക്കാരൻ എന്ന് ആക്ഷേപിച്ചു. ആ ബിജു രമേശിനെ താങ്കൾ നേരിട്ട് കാണാൻ ശ്രമിക്കണമെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. താങ്കൾക്കൊരു ഉദ്ദേശമുണ്ട്. എന്താണ് ആ ഉദ്ദേശ്യം? എന്നെ വിശ്വസിക്കുമല്ലോ കേസേ, എനിക്ക് അയാളെ കാണുകയാണ്. കള്ള് കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അപമാനിക്കേണ്ട കാര്യമില്ല. ബ്രാൻഡി, വിസ്കി, റമ്മ്, ജിന്ന്, പിന്നെ എന്താ ഒത്തിരി ടൈപ്പ് ഉണ്ട് ഈ കള്ളെല്ലാം കൂടെ. ഞാനിതിനെല്ലാം കൂടെ കള്ളെന്നാണ് പറയുന്നത്. കള്ള് കച്ചവടക്കാരൻ അവരെ അപമാനിക്കുന്നതായിട്ട് തെറ്റിദ്ധരിക്കേണ്ട. കാരണം എൻ്റെ അപ്പൻ പൂഞ്ഞാർ റേഞ്ചിൽ 40 വർഷക്കാലം കള്ള് ഷാപ്പും പട്ടക്കടയും ഒക്കെ നടത്തിയിരുന്ന ആളാണ്. അപ്പം പിന്നെ കള്ള് കച്ചവടക്കാരൻ അവരെ അപമാനിക്കണം? ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ കച്ചവടക്കാർ ഇറങ്ങിയിരിക്കുന്നത്? ഈ രാജ്യത്ത് നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഇവരെല്ലാം ഇറങ്ങിയിരിക്കുന്നത്? അഴിമതി തുടച്ചു നീക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഇവർ ഇറങ്ങിയിരിക്കുന്നത്? ഒന്ന് ഒരു അബ്കാരി കോൺട്രാക്ടറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമ്മിക നിലവാരമല്ല നമ്മൾ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ താരതമ്യം ചെയ്തിട്ടും കാര്യമില്ല. കേരള കോൺഗ്രസിനും അതിന്റെ നേതാക്കൾക്കും ഇക്കാര്യത്തിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ പറയാം. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട്, കേരള കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല. പക്ഷേ മദ്യത്തിനെതിരായ എൻ്റെ ചിന്ത, അത് ഞാൻ ഒരു രാഷ്ട്രീയക്കാരനും പറയാത്ത ഒരു രഹസ്യം കൂടെ പറയാം. എൻ്റെ സ്വന്തം അനുജൻ നല്ല മദ്യപാനിയായിരുന്നു. മദ്യപിച്ചു ഞങ്ങളെല്ലാം കരഞ്ഞ് ശ്രമിച്ചു അദ്ദേഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ. പക്ഷെ കഴിഞ്ഞില്ല. അവൻ സ്വർഗത്തിൽ പോയി, അറിയാമോ? അത് ഞാൻ ഈരാറ്റിയുടെ പബ്ലിക് മീറ്റിംഗ് പ്രസംഗിച്ചു. എന്തുകൊണ്ട്? മറ്റുള്ളവർ മദ്യം ഉപയോഗിക്കരുതെന്ന് പറയാം. ചോദിച്ചോളൂ, ഈരാറ്റിയുടെ കറക്കല്ല അറിയാം. അപ്പം മദ്യത്തിൽ നിന്ന് മോചനം ജനം കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. ആ അനുഭവം പറയുമ്പോൾ ആരും പണങ്ങിയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു 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 ബാർ ഉടമയാണല്ലോ, അയാൾക്ക് 10 ബാറുണ്ട്, അറിയാമോ? അയാൾക്ക് ഒരു ദിവസം ആ 10 ബാറിന്ന് പൂട്ടിപ്പോയപ്പോൾ സ്വാഭാവികമായി ഒരു ദിവസം ഒരു 25-30 ലക്ഷം രൂപയുടെ ലാഭമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അയാൾക്ക് വൈരാഗ്യം ഉണ്ടാവും. ആരാരും നേതൃത്വം കൊടുത്തത്? മാണിസാറാണ്. മാണിസാർ നേതൃത്വം കൊടുക്കാൻ എന്താ കാരണം? പാർട്ടി തീരുമാനമാണ്. ആ പാർട്ടി തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ മാണിസാറോട് പണിങ്ങിയിട്ട് കാര്യമുണ്ടോ? ഞാൻ ഒരെണ്ണം ചോദിക്കട്ടെ. ഇവിടെ മദ്യത്തിനെതിരെ വർത്തമാനം വന്നു. ഇവിടെ ഏറ്റവും വലിയ മദ്യ ദുരന്തം ആരാ ഉണ്ടായി? ചന്ദ്രസേന. ഓർക്കുന്നുണ്ടോ? വൈപ്പിൻ മദ്യ ദുരന്തത്തില് ആ ചന്ദ്രസേന ജയിലിൽ കിടക്കായിരുന്നല്ലോ. എത്ര നാൾ കിടന്നു നമുക്കറിയാം, അതിന് ചരിത്രത്തിൽ കിടക്കുന്നത്. ആ ചന്ദ്രസേനന്റെ മകളെ കെട്ടിയവനാണ് ഈ വലിയ പരാതിക്കാരൻ. മാണി സാറിനെ ഇപ്പൊ തൂക്കും എന്ന് പറഞ്ഞ് വിജിലൻസിലെ ഈ CD ആയിട്ട് ഓടി നടക്കുന്ന ആ മാന്യൻ ചന്ദ്രസേനന്റെ മകളെ കെട്ടിയവനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കള്ള് കച്ചവടത്തിന്റെ പാരമ്പര്യത്തിൽ മോശത്തരം മാത്രമേ ഉള്ളൂ. ബിജു രമേശ് ആരും ആയിക്കോട്ടെ, പക്ഷേ പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. മാണി സാറ് കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഉറപ്പിച്ച് പറയുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ കേരള കോൺഗ്രസിന് എങ്ങനെ കഴിയും? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ അയാളിൽ എന്തുണ്ട്? ബിജുവിന്റെ ഉള്ള തെളിവുകളാണല്ലോ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ തെളിവുകൾ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഏത് നിയമത്തിന് മുമ്പിൽ ആ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്? ഇവിടെ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, ജോണി ലൂക്കോസിനോടല്ല പറയുന്നത്, പരസ്യമായി മനോരമ ചാനൽ ഞാൻ കൂടെ പറയുന്നു, KM മാണി സാറോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനോ ആരെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 രൂപ കൈക്കൂലി മേടിച്ചെന്ന് ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് ഇവിടെ കോടതിയിലൊന്നും പോകണ്ടെന്ന് ഇവിടെ പത്രക്കാരുടെ മുമ്പിൽ തെളിയിക്കട്ടെ.
രാജിവെക്കണം, മാണി സാർ രാജിവെക്കണമെന്ന് ഞാൻ പറയാം. താങ്കൾ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഇതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് കണ്ടിട്ടൊന്നുമല്ല ആളുകൾ സംശയിക്കുന്നതും ഇതൊക്കെ വിശ്വസിക്കുന്നതും. അപ്പോൾ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു എന്നത് താങ്കൾ തന്നെ സമ്മതിച്ചതാണ്. അപ്പോൾ ആ ഡാമേജ് മാറ്റാനും കൂടെ നോക്കണ്ട, അതിനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനില്ലേ? പറയാം, ഇത് കേരള കോൺഗ്രസിന് മാത്രമല്ല പൊതുപ്രവർത്തകർക്ക് മുഴുവൻ മാനഹാനി അപമാനവും വരുത്തുന്ന ഒരു ചർച്ചയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതിൽ ദുഃഖിതനാണ്. ആ ദുഃഖം വളരെ വലുതാണ്. ഓരോ കേരള കോൺഗ്രസ് പ്രവർത്തകൻ്റെയും വേദന വലുതാണ്. പൊതുപ്രവർത്തകർക്ക് എല്ലാ അപമാനമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആലോചിക്കേണ്ട പ്രശ്നമാണ്. ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് UDF-ൽ വളരെ വിശദമായി ചർച്ച ചെയ്യണം. UDF 28-ാം തീയതി കൂടുന്നു എന്നാണ് കേട്ടത്. ആ UDF-ൽ ഇതെല്ലാം സ്വയം ചർച്ച ചെയ്യും. ഇതുപോലെ കൈക്കൂലിക്കാരെങ്കിലും മന്ത്രിമാരുണ്ടോ? സ്വയം അവരിന്ന് പിരിഞ്ഞ് വേറെ ആളുകളെ വെക്കുകയും ചെയ്ത് ഈ മുന്നണിയെയും ഈ ഗവൺമെന്റിനെ രക്ഷിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. നിരപരാധിത്വം തെളിയിക്കാനാണെങ്കിൽ കൂടി മാണി സാറ് മാറി നിൽക്കണമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഞാൻ പറയില്ല, അത് അദ്ദേഹത്തിന് വിട്ടിരിക്കുക. രാജിവെക്കണോ തുടരണോ എന്ത് ചെയ്യണം, അത് അദ്ദേഹത്തിന് ഞങ്ങൾ വിട്ടിരിക്കുക. കാരണം അദ്ദേഹം ഇത്ര 50 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യം ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ജോൺ ലൂക്കോസ് മനസ്സിലാക്കേണ്ട ഏറ്റവും സങ്കടകരമായ കാര്യം 50-ാം വാർഷികം ആഘോഷം അത് വിപുലമായ തോതിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത രീതിയിൽ വളരെ മാന്യമായി അതിൻ്റെ സ്വീകരണ സമ്മേളനങ്ങളൊക്കെ തീർന്നപ്പോഴാണ് ഈ മാരണം പാർട്ടിയുടെ തലയിലേക്ക് അടിച്ചു വീണത്. ഞങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ പോകും. മാണി സാറിന് അദ്ദേഹത്തിനുള്ള വേദന ഞങ്ങൾക്കറിയാം. അദ്ദേഹം വേദനിക്കുന്നുണ്ട്. ആ വേദനയിൽ കേരള കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം വേദന. ഇതുപോലൊരു സാഹചര്യത്തിൽ PC ജോർജ് ചെന്ന് പെട്ടിരുന്നെങ്കിൽ താങ്കൾ ഇതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ചെന്ന് പെടില്ല, പിന്നെ എങ്ങനെ അത് പറയാൻ പറ്റും? പെടുകയല്ലേ, ഞാൻ പെടില്ല. ഇതുപോലെ എത്ര വന്നു, എത്ര ഇതെല്ലാം നേരിട്ടല്ലേ. എനിക്ക് കുറ്റബോധമില്ലാത്തവന് പിന്നെ ഭയപ്പെടുന്നത് ബിജു. അയാളോട് ഇത്ര ഞാൻ പറഞ്ഞ പോലെ ചീത്ത ആരെങ്കിലും പറഞ്ഞു. ഞാനിപ്പോൾ ഇവിടെ വെച്ച് ആ ഗ്രാമീണ ഭാഷയൊന്നും ഉപയോഗിക്കാത്തതാണ്. അതും അറിയാം എനിക്ക്. അയാളെ വളരെ സുന്ദരമായിട്ടൊന്നും ചീത്ത വിളിച്ചില്ലേ. എന്നെ കാരണം അയാൾ പറഞ്ഞ കളവായതുകൊണ്ട്. KM മാണി എന്ന് പറയുന്നത് കേവലം ഒരു ധനമന്ത്രി മാത്രമല്ല, അദ്ദേഹം കുറേ കാലമായി കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നട്ടല്ലാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ആ പാർട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഇല്ലാത്തൊരു പാർട്ടിയെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ജോണി ലൂക്കോസിന്റെ ആ ചിന്ത ശരിയല്ല. നെഹ്റുവിന് ശേഷം ആര്? വലിയ പ്രശ്നമായിരുന്നു. ഇന്ദിരാഗാന്ധിക്ക് എന്താ പറ്റി? ശാസ്ത്രിക്ക് എന്ത് പറ്റി? ഇപ്പോൾ ഇതേ വന്നിരിക്കുന്നു, മോഡി വന്നിരിക്കുന്നു. ഇതൊക്കെ കാലത്തിനനുസരിച്ച് ആളുകൾ മാറി വരും. മാണി സാർ ഇനിയിപ്പോൾ മാണി സാർ ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് ഇല്ല, മാണി സാറിന് ശേഷം കേരള കോൺഗ്രസ് വേണ്ട എന്ന് പറയാൻ പറ്റുമോ? കേരള കോൺഗ്രസ് കാണും, തീർച്ചയായും കേരള കോൺഗ്രസ് കാണും, ഒരു സംശയം വേണ്ട. KM മാണി മകൻ ജോസ് കെ മാണിയിലേക്ക് ഒരു അധികാര കൈമാറ്റം നടത്തിയാൽ അതിനെ മുമ്പിൽ നിന്ന് എതിർക്കുന്നത് PC ജോർജ് ആയിരിക്കില്ലേ? നടക്കാത്ത കാര്യത്തിന് ഒരു മുമ്പിൽ നിൽക്കേണ്ട കാര്യം. നടക്കാത്ത കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? താങ്കൾ എതിർക്കുന്നതോ അതോ അദ്ദേഹം ആവാത്തതോ? അതെങ്ങനെ ആവാനാണ്? കേരള കോൺഗ്രസ് എത്രയോ നേതാക്കന്മാരുണ്ട്. പിന്നെ ജോസ് കെ മാണി അപ്പോൾ വളരെ വ്യക്തമല്ലേ ജോസ് കെ മാണിയിലേക്കുള്ള അധികാര കൈമാറ്റത്തെ താങ്കൾ എതിർക്കും എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അത് നടക്കാത്തൊരു കാര്യം എന്തിന് ജോണി ലൂക്കോസ് പറയുന്നു? കേരള കോൺഗ്രസ് KM മാണി മാറിയ ഉടനെ മകൻ ജോസ് കെ മാണി, ഇതന്നെ കോൺഗ്രസിന്റെ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാഹുൽ ഗാന്ധി കച്ചവടം പറഞ്ഞു. KM മാണി എന്ന ആളല്ലാതെ പിന്നെ ആരെയാണ് താങ്കൾക്ക് ആ സ്ഥാനത്ത് സങ്കല്പിക്കാൻ കഴിയുക പാർട്ടിയിൽ? ബാക്കി എത്രയോ പേരെ സങ്കല്പിക്കാൻ പറ്റും. കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കൾ 2 പേരുകൾ പറഞ്ഞാൽ അത് ഞാൻ പറയാല്ല. കേരള കോൺഗ്രസ് എത്രയോ നേതാക്കൾ. താങ്കളുടെ പേര് തന്നെ താങ്കൾ പറയൂ? വേണ്ട, പറയില്ല. എന്നേക്കാൾ നല്ല നേതാവുണ്ടല്ലോ. ആ നിലയ്ക്ക് എന്നേക്കാൾ പാരമ്പര്യമുള്ള നേതാവുണ്ട്, അല്ലെങ്കിൽ എന്നേക്കാൾ പക്വതയുള്ള നേതാവുണ്ട്. ആ നിലയ്ക്ക് എൻ്റെ പേര് ഞാൻ പറയില്ല. KM മാണിയും ജോസ് കെ മാണിയും PC ജോർജും ഒക്കെ ഉൾപ്പെട്ട കേരള കോൺഗ്രസ് ടീം ഇപ്പോഴത്തെ വിവാദം കൈകാര്യം ചെയ്തത് ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നില്ലേ? ആ കൈകാര്യം ചെയ്തത് ഞങ്ങൾക്കാർക്കും ബന്ധമില്ല. ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യങ്ങളിലൊന്നും കേരള കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ കമ്മിറ്റി കൂടി ആലോചിച്ചെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. പിന്നെ കേരള കോൺഗ്രസ്സുകാരെയല്ലേ എന്തിനു കുറ്റം പറയുന്നു? നേതൃനിരയെ. ആ കുറ്റം ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയോ പാർലമെന്ററി പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയോ ഒന്നും ചേർന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം. ഇത്രയും വലിയ പ്രതിസന്ധി വന്നിട്ട് പോലും നിങ്ങളുടെ പാർട്ടി യോഗം ചേരുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം ആർക്കാണ്? അത് പാർട്ടി ചെയർമാൻ പറയാൻ ഞങ്ങൾ കൂടുതലാണ്. പാർട്ടി ചെയർമാൻ പരിപൂർണ്ണ പിന്തുണ ഞങ്ങൾ കൊടുത്തിരിക്കുക. അത് യഥാർത്ഥ യൂണിവേഴ്സിറ്റി പറയാം. ഞങ്ങൾ ആദ്യം ഈ കമ്മിറ്റി കൂടിയപ്പോൾ ഇവ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ വേണ്ടി മാണി സാറും PJ ജോസഫും CF തോമസും PC ജോർജും ചേർന്നൊരു കമ്മിറ്റിയെ ഏൽപ്പിച്ചു, ഉന്നതാധികാര സമിതിയിൽ തന്നെ. ആ കമ്മിറ്റി ഒരു പ്രാവശ്യം കൂടി പിന്നെ കൂടിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്കെന്താ ഉത്തരവാദിത്വം? CF തോമസിന് എന്താ ഉത്തരവാദിത്വം? PJ ജോസഫിന് എന്താ ഉത്തരവാദിത്വം? എല്ലാവർക്കും ഉള്ള സംശയം ഞാൻ ഉന്നയിക്കുകയാണ്. PC ജോർജിന്റെ ഉദ്ദേശം മാണിയെ രക്ഷിക്കാനാണോ അതോ അദ്ദേഹത്തെ കൊടുക്കാനാണോ? രക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.
രക്ഷിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? അത് അവരവരുടെ മാനസിക നിലയാണ്. എനിക്കത് എന്ത് ചെയ്യാൻ, ആ മാനസിക നില എങ്ങനെ അവർക്കുണ്ടായി? ആ മാനസിക ദുഷ്ടബുദ്ധി ഉള്ളത് കൊണ്ട്. നല്ല ബുദ്ധിയുള്ളവരാണ് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പം ബിജു രമേശ് ഫോണിൽ താങ്കളോട് പറയുന്നുണ്ട് ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് താങ്കൾക്കറിയാമല്ലോ, പി സി ജോർജിന് അറിയാമല്ലോ എന്ന്. പക്ഷെ ശരിയല്ല എന്ന് താങ്കൾ പറയുന്നില്ല, താങ്കൾ ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അത് വളരെ വ്യക്തമല്ലേ താങ്കൾ? എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാമോ എന്നാ കേട്ടോളൂ. ഞാൻ സത്യം പറയാം, ഞാൻ കൈരളി ചാനലിലാണ് ഈ വിജയ രമേശിനെ ഇച്ചിരി ചീത്ത പറഞ്ഞു, ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ച്. കാരണം എനിക്ക് സഹിച്ചില്ല. എൻ്റെ നേതാവിനെതിരായി, എൻ്റെ നേതാവാണ് മാണി സാറ്, വൃത്തികേട് പറഞ്ഞല്ലോ എന്ന് വെച്ച് ഭയങ്കരമായി ചൂടായി. ചൂടായെന്ന് വെച്ചാൽ അല്പം അസഭ്യം തന്നെ ഞാൻ പറഞ്ഞു. കാരണം അയാളൊരു നല്ലവനല്ല, അയാളുടെ പ്രീ ഹിസ്റ്ററി എനിക്കറിയാം. അയാളൊരു ഫ്രോഡാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് എല്ലാ മാഫിയ ബന്ധമുള്ളവനാണ് അയാൾ, എൻ്റെ ചിന്ത. അപ്പോൾ ആ നിലയ്ക്ക് ഇയാളൊരു സ്നേഹം പറയണമെന്ന് വെച്ച് ഞാൻ മോശമായിട്ട് സംസാരിച്ചു. പക്ഷേ ചർച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ വീടിന് മുറ്റത്ത് നിൽക്കുകയാണ്. ആദ്യം വന്ന ഫോൺ മാണി സാറിനാണ്. മാണി സാറിനോട് ചോറ് എന്തിനാ ഇങ്ങനെ സംസാരിച്ച്? മാന്യമായി സംസാരിക്കണ്ടേ, വെറുതെ ആളുകളോട് പണങ്ങുന്ന വർത്താനം പറയരുത് എന്ന് മാണി സാർ എന്നെ ഉപദേശിച്ചു. എനിക്കറിയാം, മാണി സാർ എന്നോട് പറഞ്ഞു അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്തിനാ പണക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ എനിക്കെന്താ, അത് പിറ്റേ ദിവസമാണ് സനൽ എന്നെ വിളിക്കുന്ന, ആര്യനാട് സനൽ എന്ന് പറഞ്ഞ് ഇയാളെ കൂടത്തിൽ SNDPയുടെ വിമത വിഭാഗമാണ്. അയാളെ വിളിച്ച് എന്നോട് ചോദിക്കുന്നേ, ഈ ബിജു രമേശ് എൻ്റെ നമ്പർ ചോദിച്ചു കൊടുക്കട്ടെ, ഞാൻ കൊടുത്തോളാൻ പറഞ്ഞു. അയാൾ വിളിച്ചു, ഞാൻ സ്നേഹമല്ലേ പറയാൻ പറ്റും. രാഷ്ട്രീയമായി നേരിടാൻ എന്ത് തീരുമാനം വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, പക്ഷേ സംസാരിക്കുമ്പോൾ അത് പൊതുവേദിയിലായാലും ചാനലിലായാലും അതിനൊരു അന്തസ്സ് വേണം, ഒരു സംസ്കാരം വേണം, സഭ്യത വേണം. ഇതൊന്നുമില്ലാതെയല്ലേ താങ്കൾ സംസാരിച്ചത്? അത് പാടുണ്ടോ? വളരെ നല്ല സഭ്യതയും സംസ്കാരവും ഉള്ള ഭാഷയാണ് ഞാൻ ഉപയോഗിച്ചത്. അത് ഗ്രാമീണ ഭാഷയാണ്. അപ്പൊ ഈ തെണ്ടി പട്ടി എന്നൊക്കെ വിളിക്കുന്നതാണോ സംസ്കാരം? തെണ്ടി പട്ടി എന്ന് വിളിച്ചില്ലല്ലോ. തെണ്ടി പട്ടി എന്ന് വിളിക്കില്ല ഇവനെ പോലുള്ളവനെ. ഒരു വൃത്തികെട്ട വർത്തമാനം പറയുക, ഒരു ഫ്രോഡ്. മനസ്സിലാക്കണം, അവൻ ആരോടാ സംസാരിക്കുന്നവനെ അറിയണ്ടേ. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പി സി ജോർജിനെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു കൂടെ ആലോചിക്കണം. ഞാൻ ആലോചിച്ചു. കണ്ടുകൊണ്ടിരുന്ന ആളുകൾ കൈയടിച്ചു. അതാണോ കേരളത്തിലെ ആളുകളെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞ ജോണി ലൂക്കാസ് ശരി, ഉമ്മ ഒന്ന് ചാനലിനെ കൂടെ ചോദിച്ചേ ആളുകളോട്, അവരോട് ആ മറുപടി കൊടുത്ത് നന്നായി എന്ന് എല്ലാവരും പറഞ്ഞു. അറിയാമോ, ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ഇന്നിപ്പം ഞാൻ വരുന്നത് പാറത്തോട് പഞ്ചായത്തിൽ കാഞ്ഞിരപ്പള്ളി എൻ്റെ പൂഞ്ഞാർ നിയമത്തെ എസ് ഡി കോളേജ് മുൻവശത്ത് ഒരു ഹോമിയോ ആശുപത്രി, ഒരു കണ്ണാടി കട, ഒരു ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്തു. ഒരു 250 പേരും കൊണ്ട്. അവരെല്ലാവരും സ്ത്രീകളാണ് കൂടുതൽ. ആ കുട നന്നായി എന്ന് എന്നോട് പറഞ്ഞു. അറിയാവോ, എനിക്ക് വോട്ട് ചെയ്യുന്ന ജനം പറഞ്ഞത് നന്നായി എന്നാണ് പറഞ്ഞു. പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? പൂഞ്ഞാറുകാരുടെ വികാരമായിരിക്കണം എന്നില്ല കേരളത്തിൽ മറ്റുള്ളവരുടേത്. ഒരു കുഴപ്പമില്ലെന്നേ, ചിലപ്പോൾ 2 തെറിയൊക്കെ പറഞ്ഞാലും നന്നാവും. അതുകൊണ്ട് ഇവൻ നന്നാവട്ടെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ പ്രയോഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും KM മാണി രക്ഷപ്പെടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് ഞാൻ രക്ഷിച്ചേനെ, അത് സംശയം വേണ്ട. എൻ്റെ ഒരു വ്യാഖ്യാനം പറയട്ടെ, പാർട്ടി ആയാലും കേസായാലും പി സി ജോർജിനെ ഏൽപ്പിച്ചോളുക, അല്ലാതെ മകനെ ഏൽപ്പിച്ചാൽ ഇതൊന്നും ശരിയാവില്ല മാണി സാറേ എന്നല്ലേ താങ്കൾ പറയുന്നത്? ചോര തന്നെ കൗതുകം, ചീരയുള്ളവരങ്ങടി ചുവട്ടിലും. അല്ല, ഈ ചിരി പിന്നെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഞാൻ പറഞ്ഞതിന് അർത്ഥം അതല്ലല്ലോ. ഞാൻ പറഞ്ഞത് പാർട്ടി എന്തിനും കൊള്ളാവുന്ന പ്രവർത്തകരുണ്ട്, മനസ്സിലായില്ലേ? ഇത് ആ രീതിയിൽ ചർച്ച നടത്തിയിട്ട് അങ്ങനെ വരട്ടെ. അത് ഞാൻ ഏക്കാമെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞാനല്ലേ, ഞാൻ കൂട്ടായിട്ടായി, എനിക്ക് ഒറ്റയ്ക്കല്ല. ഞങ്ങളെല്ലാം 9 MLA, ബാക്കി 8 പേരും ഒറ്റക്കെട്ടായിട്ട്. ഇന്ന് വരെ ഈ പാർട്ടിക്ക് അതൊരു അപശബ്ദം അറിയാമോ? ഇപ്പോഴും മാനസാണ് എന്ത് തീരുമാനവും ഞങ്ങൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആ വിട്ടുകൊടുത്തിരിക്കുന്നു എന്നതുകൊണ്ട് ചിലതെങ്കിലും ആലോചിച്ച് മുന്നോട്ട് നീങ്ങിയായിരുന്നെങ്കിൽ എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. ഈ വിവാദത്തിൽ KM മാണിയെ മാത്രം ബലിയാടാക്കിയതിൽ നിങ്ങൾക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയുണ്ടോ മറ്റാരോടെങ്കിലും? വൈരാഗ്യ ബുദ്ധിയില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, മാണി സാറ് മാത്രം അങ്ങോട്ട് പ്രതിയാക്കി മോശമാക്കി ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെടും എന്ന് കരുതാൻ മാത്രമുള്ള വിവരക്കേടൊന്നും എളിയവനായി എനിക്കില്ല. എന്ന് പറഞ്ഞാൽ മുന്നോട്ട് എന്ത് പ്രതീക്ഷിക്കാം എന്നാണ്? വെയിറ്റ് ആൻഡ് സീ. ഞാനൊന്നും പറയില്ല. കാരണം സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ അവിടെ വീണ്ടും പടക്കം കത്തിച്ചിടാൻ പി സി ജോർജില്ല. അതുകൊണ്ട് അതിന് മറുപടി പറയുന്നില്ല. ഇപ്പോൾ ഗൂഢാലോചന നിങ്ങൾ നേരത്തെ തന്നെ സംശയിച്ചതാണ്. ഫോൺ സംഭാഷണത്തിലൂടെ ബാലകൃഷ്ണപിള്ള ഇതിനെ പിന്തുണച്ചു എന്ന് വ്യക്തമാവുകയും ചെയ്തു. ബാലകൃഷ്ണപിള്ളയോട് UDF യോഗത്തിൽ എന്ത് നിലപാടാണ് കേരള കോൺഗ്രസ് സ്വീകരിക്കുക? അത് ഞങ്ങൾ ചർച്ച ചെയ്തില്ല, ചർച്ച ചെയ്യാൻ പോവാം. ബാലകൃഷ്ണപിള്ളയെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ ഉണ്ട്, പിള്ളയ്ക്കുണ്ട്. ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ. ഞങ്ങളാരും അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒരു വേദന.
അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ ഏറ്റവും പ്രമുഖമായ കേരള കോൺഗ്രസിൻ്റെ നേതാവിനെതിരെ അദ്ദേഹം ഈ രീതിയിൽ ഈ കള്ളുഷാപ്പുകാരോട് സംസാരിച്ച് ഞങ്ങൾക്ക് മനപ്രയാസമുണ്ട്, വേദനയുണ്ട്. ആ വേദന പറഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ മുന്നണിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കേരള കോൺഗ്രസ് പാർട്ടി ഇതുവരെ ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. സരിതയുടെ കത്തോ മറ്റോ അദ്ദേഹം ഇങ്ങനെ ലോക്കറിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള പേടി UDF-ലെ പല നേതാക്കൾക്കും ഉള്ളതുപോലെ തോന്നുന്നുണ്ടോ? എന്തായാലും വാസ്തവം എനിക്ക് സത്യം അറിയാം, അങ്ങനെ ഇല്ല എന്ന് എനിക്കറിയാം. പിന്നെ എന്തിനാ UDF-കാർ പേടിപ്പിക്കുന്നത്? സരിതയുടെ ഒരു കത്തും അദ്ദേഹത്തിൻ്റെ ഇല്ല, വെറുതെ പറയുക. അദ്ദേഹം പറയില്ലെന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തിന് ചോദിച്ചു, അദ്ദേഹത്തിന് ഇല്ല. അതോ ഇതിനേക്കാൾ ഉചിതമായ ഒരു സമയത്ത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ആയുധമാണോ അത്? ബാലകൃഷ്ണ പിള്ളയെന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സരിതയുടെ കത്തില്ല. ഇവിടെ എല്ലാവരും സരിതയുടെ കത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. 18 പേജ്, 19 പേജ്, യഥാർത്ഥ 25 പേജാണ്. മനസ്സിലായില്ലേ? ആ കത്ത് ബാലകൃഷ്ണയുടെ ഇല്ല എന്ന് PC ജോർജിന് അറിയാം, അതുകൊണ്ടല്ലേ പറയുന്നു. ആ കത്ത് ആരുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് PC ജോർജിന് അറിയാമോ? അറിയാം, സരിതയുടെ കയ്യിലുണ്ട്. അതാണ് സത്യം, സരിതയുടെ കയ്യിൽ തന്നെയാണ് കത്ത്. കേരള കോൺഗ്രസ് പാർട്ടിയും VSDPയും ചേർന്ന് ഒരു അഴിമതി വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയ ആളാണ് PC ജോർജ്. ആ PC ജോർജിന്റെ പ്രഖ്യാപിത നിലപാടുകളും ഇപ്പോൾ KM മാണി സംരക്ഷിക്കുന്നതും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുക? ഞാൻ ഒരു കാര്യം ഒളിച്ചു വെക്കാൻ പറയാം. ഞാൻ ഉണ്ടാക്കിയ മുന്നണി എന്ന് പറയുന്നത് VSDP മാത്രമല്ല. VSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരനുണ്ട്, പിന്നെ DHRM ഉണ്ട്, പിന്നെ നമ്മുടെ ബ്രാഹ്മണ സഭയുടെ ആളുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടപ്പൻ ചെട്ടിയാർ ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രത്യാരോപണ പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ തുറന്നു പറയുക, ഞാൻ 14 ജില്ലയിലെ കമ്മിറ്റി രൂപീകരണമായിട്ട് ഒറ്റയ്ക്ക് തന്നെ നടന്നു. കാരണം ഞാൻ ആളുകളെ വിളിച്ചുകൊണ്ട് കേരള കോൺഗ്രസ്സുകാരെ വിളിച്ചാൽ വരികയില്ല, വിളിച്ചില്ല. പത്രത്തിൽ പറഞ്ഞ് വരുന്നവർ വന്ന് അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി പോയതാണ്. അപ്പോഴാണ് ഈ വലിയ മാരകമായ ആക്രമണം വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരള കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ അതുമായി മുമ്പോട്ട് പോകാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്ന് ഞാൻ വിളിച്ചു, എനിക്കത് വേണമെങ്കിൽ കള്ളം പറയാം, ഞാൻ കള്ളം പറയില്ല, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് പെൻഡിങ്ങാണ്. പക്ഷെ ഞാനിതിന്ന് പുറകോട്ടില്ല. ഞാൻ ചേരനാട് സ്റ്റേറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. അങ്ങനെ പലതും താങ്കൾ ആവശ്യപ്പെടും, ചിലപ്പോൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് തന്നെ ആവശ്യപ്പെടും. ഒരു ജനാധിപത്യ വ്യവസ്ഥ നിന്നുകൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യുന്നത് താങ്കളുടെ ഇച്ഛാഭംഗം കൊണ്ടാണ്, അതോ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്? എന്താ താങ്കളുടെ ഉദ്ദേശം? ഈ രാജ്യത്ത് നീതി നടപ്പാക്കണം, ശരി നടക്കണം എന്ന ആഗ്രഹം. ഉമ്മൻചാണ്ടി രാജിവെക്കണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, രാജിവെക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ അത് രാജിവെക്കണമെന്ന് പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. എനിക്കെന്താ കാര്യം? അല്ല, കോൺഗ്രസ് പാർട്ടി അത് പറയണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല. ഇല്ല, അവരാലോചിച്ച് എന്താണ് ചെയ്തോട്ടെ. AK ആന്റണി പറയണം, അദ്ദേഹം ഇവരെല്ലാം വിളിച്ചു കൂട്ടണം. ഈ ഗവൺമെൻറ് പ്രതിച്ഛായ വളരെ മോശമാണല്ലോ, നമുക്കിത് നന്നാക്കണ്ടേന്ന് ചോദിക്കണം. അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരെ വിളിക്കണം, ലീഗുകാരെ വിളിക്കണം. എന്ത് പറഞ്ഞാൽ AK ആന്റണി ഒരു ബഹുമാനം നമ്മുടെ രാജ്യത്തുണ്ടല്ലോ, അദ്ദേഹം വരട്ടെ. അല്ലാതെ രാഹുൽ ഗാന്ധി വന്നിട്ടൊന്നും കാര്യമില്ല. AK ആന്റണി തന്നെ വന്ന് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോയാൽ നല്ല. ഒരു മന്ത്രിസ്ഥാനം കൊണ്ട് മാത്രം നിലനിൽക്കേണ്ട നേതാവല്ല KM മാണി. 50 വർഷമായിട്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നടുനായകത്വത്തിലുള്ള ഒരാളാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മാറി നിന്ന് എനിക്കിതൊന്നും ഒരു കാര്യമല്ല എന്ന് തെളിയിക്കുന്നത് കുറച്ചുകൂടെ നന്നാവില്ലേ? ഞാൻ അങ്ങനെ കരുതുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് മാണി സാറാണ്. അപ്പോൾ അദ്ദേഹം അപമാനിതനായി ഇറങ്ങിപ്പോകുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല. അവിടെ പ്രശ്നം അതല്ല. ആരോപണമൊന്നും ഇല്ലാത്തപ്പോഴാണ് മാണി സാറിന് സ്വയം രാജിവെക്കുന്ന പറഞ്ഞാൽ ഞങ്ങളെല്ലാം സന്തോഷത്തോടെ മാണി സാറിന് ഇഷ്ടം ചെയ്യാൻ പറയും. ഇപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ച് ഇറക്കി വിടുകയാണ്, അതാണ് ഞങ്ങൾക്ക് പറ്റാത്തത്. അപമാനിച്ച് മാണി സാറിനെ ഇറക്കി വിടാൻ കൂട്ടി നിൽക്കാൻ കേരള കോൺഗ്രസ് ഇല്ല. ഞങ്ങൾ 9 പേര് ഒറ്റക്കെട്ടാണ്. അപമാനിതനായി KM മാണിയെ മാറ്റി നിർത്താൻ ആരും ശ്രമിക്കേണ്ട, ഞങ്ങൾ ജീവൻ കൊടുത്ത് നേരിടും. പക്ഷെ അങ്ങനെ നേരിടുമെന്ന് നിങ്ങൾ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ ശ്രമിച്ച ആൾക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നതിന് പോലും വൈകുകയാണ് ഉണ്ടായത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേരള കോൺഗ്രസ്? നമുക്ക് നോക്കാം, പാർട്ടി കമ്മിറ്റി കൂടി ഇതെല്ലാം ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. എന്തായാലും സർക്കാരിന്റെ പ്രതിച്ഛായ മാറണമെന്ന് താങ്കൾ പറഞ്ഞു. PC ജോർജിന്റെ പ്രതിച്ഛായയും കുറച്ച് മാറിയേ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഉദ്ദേശം? എൻ്റെ പ്രതിച്ഛായ ഭയങ്കരമായിട്ട് മാറിയെന്ന് ഇപ്പം ജനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. ഞാനിപ്പോൾ ഈരാറ്റോടെ ഗ്രാമമായിരുന്നു, പഞ്ചായത്തായിരുന്നു. ഇപ്പം അത് മുനിസിപ്പാലിറ്റി, ഇപ്പം നഗരമായി. അപ്പം നഗരഭാഷയിലേക്ക് ഞാൻ മാറുക. അല്ല, ഇപ്പോൾ ഗ്രാമീണ ഭാഷ ഇതാണെങ്കിൽ നഗരഭാഷ എന്തായിരിക്കും എന്നുള്ളതിന് ആലോചിച്ചിട്ട് തന്നെ പേടി തോന്നുന്നു. കാത്തിരുന്ന് കാണാം, നമുക്ക് കാണാമല്ലോ. അപ്പോൾ എല്ലാം കാത്തിരുന്ന് കാണേണ്ട അവസ്ഥയാണ്. കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി. ഓക്കെ, താങ്ക് യു.